ഹലോ ഗായ്സ്, അപ്പം അങ്ങനെ മൂന്നാറിലെത്തി. പക്ഷെ എൻ്റെ കൂടെ 5 പേര് പ്ലാൻ ചെയ്തിട്ട് 3 പേരുള്ളൂ. അമലും ബിബിനെ എസ്കേപ്പായി. ബട്ട് എൻ്റെ കൂടെ ആൽവിനുണ്ട്, പ്രവീണുണ്ട്. വണ്ടിയിലാണ്, വെയിറ്റിംഗ് ആണ്. മൂന്നാർക്ക് പെട്ടെന്നൊരു ട്രിപ്പ്, ഞാനും പ്രവീണും ആൽവിനും, ആ രണ്ടുപേരും. അപ്പോൾ വണ്ടിയിൽ ഓൾറെഡി അമലും ഉണ്ട്, ബിബിനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 5 പേരും കൂടെ പോകാൻ പെട്ടെന്നൊരു പ്ലാൻ വേറെ ഇട്ടെങ്കിലും പക്ഷേ അമല് പിൻവലിഞ്ഞപ്പോൾ ബിബിനും പിൻവലിഞ്ഞു. പക്ഷേ ഞങ്ങൾ അവസാനം മൂന്നാർ പോയിട്ട് 3 പേരും കൂടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ ക്ലിപ്പുകളുണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യണ പരിപാടികൾ. പക്ഷേ അവസാനം ഞങ്ങൾ 3 പേരും, പ്രവീണും ഞാനും ആൽവിനും. ഒറ്റ മൈൻഡ് മൂന്നാറ്. ഒറ്റ മൈൻഡ് മൂന്നാർ പോകാനാണ്. തനിക്കൊക്കെയാണോ? ഇല്ലില്ല, ഒറ്റ മൈൻഡ്. നമ്മളിപ്പോ ഇതേ വൈറ്റിലെ പാലം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അവലെ ആലുവിനെ വിളിക്കുന്നു, നമ്മൾ പോകുന്നു. ഒറ്റ മൈൻഡ്. പ്ലാൻ ചെയ്ത് ട്രിപ്പ് പോകാൻ പറ്റില്ല. ഇവനാണ് ഉടക്കി. ഹായ് ഗായ്സ്, അങ്ങനെ അവസാനം ഞാനും പ്രവീണും ആൽവിനും മാത്രം നേരെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മൂന്നാർ പോകുമ്പോൾ നേരിയമംഗലം പാലമുണ്ടല്ലോ, ആ പാലം കഴിഞ്ഞ് പോയി അങ്ങനെ അടിപൊളി റൂമൊക്കെ കിട്ടി. അത് 1000 രൂപയുള്ളൂ കേട്ടോ, 3 പേരും കൂടെ. അടിപൊളിയാണ്, കാരണം ജസ്റ്റ് നൈറ്റ് ഉറങ്ങാൻ വേണ്ടി മാത്രമല്ലേ. റൂമൊക്കെ എടുത്ത് പിന്നെ നൈറ്റ് തണുപ്പ് എൻജോയ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. പിന്നെ എന്താ പറയുക, ഗ്യാപ്പ് റോട്ടിന് അങ്ങോട്ട് സ്ഥലം വരെയൊക്കെ പോയെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. രാത്രിയല്ലേ, ഒരു ചായ കുടിക്കാൻ വേണ്ടി മൂന്നാർ പോകില്ലേ, ആ ഒരു വട്ട് രാത്രി അത്ര തന്നെ. അപ്പോൾ അങ്ങനെ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത്. മൂന്നാർ ഉണ്ടെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ല. പ്ലാസ്റ്റിക് കൊണ്ട് കുറേ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്തു. കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തണുത്ത് തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി റൂമിൽ കിടന്ന് ഉറങ്ങി. അങ്ങനെ ഞങ്ങളുടെ സൂപ്പറായിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് നേരെ തിരിച്ച് കൊച്ചിയിലേക്ക് പോവുകയാണ്. പക്ഷേ പോകുന്ന വഴിയിൽ അവിടെ ആറ്റുകാട് വാട്ടർഫോൾസ് അങ്ങനെ എന്ത് സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അറിയാവുന്ന സംഭവം തന്നെയാണെങ്കിലും പക്ഷേ കാണാത്ത ആൾക്കാരുണ്ടാവും, കണ്ട ആൾക്കാരുണ്ടാവും. പക്ഷെ എന്തായാലും വന്നതല്ലേ. ഇപ്പോൾ രാവിലെ ട്രിപ്പൊക്കെ എൻജോയ് ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് അടിപൊളി ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ആറ്റുകാട് വാട്ടർഫോൾസിലേക്കാണ് പോണത്. പോകുന്ന വഴിയിൽ ഭയങ്കര അഭിനയം. രണ്ടും കൂടെ അവിടെ നോക്കി ഇങ്ങോട്ട് നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ ഒന്നുമില്ല, ചുമ്മാ ക്യാമറ ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ കടന്ന് ഷോ ഓഫാണ്. പിന്നെ നമുക്ക് കിട്ടിയ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊരു വെള്ളച്ചാട്ടം. ഇതാണ് ആറ്റുകാട് വാട്ടർഫോൾസ്. നമ്മൾ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി പോയാലാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ താഴത്തെ വഴി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ദുർഘട പാത എന്ന് നമുക്ക് പറയാം. കാരണം ഇപ്പോൾ റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. ഞാൻ പണ്ട് പോയ സമയത്തൊക്കെ ആ റോഡ് വളരെ മോശമായിരുന്നു. പക്ഷേ മൂന്നാർ വരുന്ന ആൾക്കാർ മിക്കവരും അങ്ങോട്ട് പോകാറില്ല. പക്ഷേ നമ്മൾ ആ ഒരു സ്ഥലം കണ്ടിരിക്കണം കേട്ടോ. ഞങ്ങൾ അങ്ങനെ സെൽഫിയൊക്കെ എടുക്കാൻ വേണ്ടി പുള്ളിയെ പോസ് ചെയ്യാനുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് അവൻ ഫോട്ടോ ഒക്കെ പോസ് ചെയ്ത് ആൽവിനൊക്കെ. പക്ഷേ ഇപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ, നല്ല രസം. രാവിലെ 7:50 മൂന്നാറിൻ്റെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രി ആയിരുന്നു. അങ്ങനെ KSRTC വൈബാണല്ലോ, എടുക്കണമല്ലോ. അങ്ങനെ അതും വീഡിയോ എടുത്തു. പിന്നെ സ്പീഡ് മോഡിലിട്ട മേഘങ്ങൾ മിന്നി മാറിയുന്ന സംഭവങ്ങൾ. അങ്ങനെ ഞാനത് ലൈവായിട്ട് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഒന്ന് വെള്ളി വീഴും, കാരണം പഠിച്ചു പറഞ്ഞ ഡയലോഗുകളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളി വീഴും, സ്വാഭാവികമാണ്. അങ്ങനെ KSRTCയുടെ ഓർഡിനറിയും കണ്ടു. ഞങ്ങളത് ആറ്റുകാട് വാട്ടർഫോൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, വഴി ചെറിയൊരു ദുർഘടം വന്ന് ചെറിയൊരു നാരോ റോഡ്. അപ്പോൾ വേറെ വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ പണിയാണ്. അങ്ങനെ താഴത്തെത്തി. എൻ്റെ അവിടെ എന്തോ കടിച്ചു, എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ നേരെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് വ്ളോഗ് ചെയ്യാൻ പ്ലാനിട്ടല്ല. പക്ഷേ എങ്കിൽ അവിടെ എത്തിയപ്പോൾ അങ്ങനെ രാവിലത്തെ തണുപ്പൊക്കെ ശരിക്കും എൻജോയ്, രണ്ടും കൂടെ നല്ല എൻജോയ്മെൻറ്റാണ്. പിന്നെ ഈ പാലം നമ്മുടെ ബ്രിട്ടീഷുകാർ പണിതായിട്ട് മാത്രം ഉണ്ടെങ്കിൽ നിൽക്കണം ഇത്ര നാളായിട്ടും. ഇപ്പോൾ നമ്മുടെ നാടാണ്, കുറ്റം പറഞ്ഞല്ലോ കേട്ടോ. കാരണം അറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ പണികളൊക്കെ അറിയാമല്ലോ. കാരണം ഈ പാലത്തിൽ കൂടെ അത്ര ഫോഴ്സിൽ ആ വെള്ളം വന്നിട്ടും കൂടി ആ പാലം നിൽക്കണമെങ്കിൽ എത്ര കൊല്ലമുണ്ടാവും. ബ്രിട്ടീഷുകാർ പണിതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതിൽ കൂടെ അപ്പുറത്തേക്ക് ആക്സസ് ഉണ്ട്. ഒരു വണ്ടികൾ മാത്രമേ പോവുള്ളൂ അതിൽ കൂടെ. അത് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കണം. പിന്നെ മേളിലുള്ള വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ ചായ കുടിക്കുക, പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുക, എന്ന് പറ്റിയ വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, കാരണം ചെറിയൊരു വ്ളോഗാണ്. ആക്ച്വലി ഇത് എന്താ പറയുക, പ്ലാൻ ചെയ്ത് വന്ന സംഭവമല്ല, ഒരു ചായ കുടിക്കാൻ വന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചറപറ പറഞ്ഞ് നിങ്ങൾ ബോർഡ് എനിക്കറിയാം. പക്ഷേ എങ്കിലും മൂന്നാർ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ വ്ളോഗ് ചെയ്യണമെന്ന് വയ്ക്കും. ഒരു വ്ളോഗും ഇല്ല. നിങ്ങൾ വന്ന വഴിക്ക് ഞാൻ വെറ്റിലപ്പാറ CA പാറ ആ വാട്ടർഫോൾസ് കയറി എൻ്റെ കൂട്ടുകാരനെ കണ്ടു. ഇതാണ് കൂട്ടുകാരൻ ലിൻസ്. അവനവിടെ ഗ്രീൻ ലീഫ് എന്നുള്ളൊരു സ്പൈസസിൻ്റെ ഓണറാണ്. അപ്പോൾ അവനെയും കണ്ടു. അങ്ങനെ വന്നൊഴുകി അവിടെ നിർത്തി. അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അവനോട് സംസാരിച്ചു. അങ്ങനെ തിരിച്ച് വീണ്ടും ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഞാൻ കൊച്ചിയിലേക്ക് വരികയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതേ ഒരു മലയണ്ണാനെ കണ്ടു കേട്ടോ. ഇത് ഭയങ്കര സ്നേഹമുള്ള അണ്ണാനാണ്. അവർ വിളിച്ചു കഴിഞ്ഞാൽ വരികയും ചെയ്യും തിരിച്ച്. അങ്ങനെ വീണ്ടും നീരമംഗലം മാലെത്തി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഞാൻ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ ബൈ.